കിരീടമില്ലാത്ത രാജകുമാരി ചെയ്യുമ്പോഴത്തേക്ക് മറ്റേ ആ ഒരു പാർട്ടിയുടെ സ്റ്റോറി, ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ ഇതെല്ലാം അപ്പൊ അതിൽ ഇത് എങ്ങനെ കൊണ്ടുപോകും? ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനൊരു ബാലേന്ദ്ര മേനോനായല്ലോ എന്ന് വിചാരിക്കാറുണ്ട്. കാരണം കൊച്ചിയിലൊക്കെ ഒരു സംസാരമുണ്ട്, നീ ആരാ ബാലേന്ദ്ര മേനോനാ എന്ന് ചോദിക്കും. കാരണം കഥാ തിരുകഥ സംഭാഷണ സംവിധാനം എല്ലാം കൂടെ ചെയ്യുന്ന ഒരു ആൾ ഡയറക്ടർ ബാലേന്ദ്ര മേനോനാണെന്നുള്ള തോന്നലാണ്. അതുമാതിരി കഥാ തിരുകഥ സംഭാഷണ സംവിധാനം എന്ന് എഴുതി കാണിക്കുമ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് കണക്കില്ല. അന്നുണ്ടായ വേദനയൊക്കെ പോയി. എടുത്തു പറയത്തക്ക ഒരു നായകൻ പോലും അതിനകത്തില്ല. ഇല്ല ഇല്ല ഇല്ല, നായകൻ കഥയാണ് എപ്പോഴും. ഞാൻ അതെ അതെ, അത് ഈ പറഞ്ഞ മാതിരി സാഷ ആലാനി പ്രൊഡ്യൂസറുടെ പേര്, ജർമ്മനിയിലായിരുന്നു പുള്ളി. പുള്ളിക്ക് ഞാൻ ഇതുപോലെ തന്നെ സാഷ ആലാനി എന്നാണ് പുള്ളിയുടെ പേര്, പാലക്കാരനാണ്. എന്നെ ഡയറക്ടർ ആക്കുന്നത് ശ്രീ ജയരാജാണ്. ജയരാജാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാനൊരു കഥ ശ്രീനിവാസൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കഥ പറയുമ്പോൾ ജയരാജ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജയരാജ്, ഞാൻ കഥ പറയുന്ന രീതി പുള്ളിക്ക് ഇഷ്ടമായിരുന്നുണ്ട്. അപ്പോൾ കഥ പറയുമ്പോൾ ഞാൻ അപ്പോൾ ഇപ്പോൾ ഈ ഫ്രെയിം എൻട്രി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ക്യാരക്ടർ അവിടെ വരുന്ന, അവിടെ ഈ ഫ്രെയിമിലേക്ക് വരുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്ക് തോന്നി അൻസാറിന് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് തോന്നിയിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഈ കിരീടം ചെയ്യാൻ പറഞ്ഞത്. എന്നെ സജസ്റ്റ് ചെയ്യുന്നത് ജയരാജാണ്. ആ പടത്തിലേക്ക് എൻട്രി ചെയ്തു, എല്ലാം ഈ പറയുന്ന ബാലേന്ദ്രൻ കളിക്കുകയാണ്. പക്ഷേ അത് എനിക്ക് ഹിറ്റാവുന്ന ഉറപ്പുണ്ട്. ഞാൻ എഴുതിയ സിനിമകളിൽ മിംസ്പയർഡ് സൂപ്പർ ഹിറ്റാവുന്ന എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ കഥ, ആദ്യത്തെ തിരക്കഥ മാനത്തക്കൊട്ടാരം സൂപ്പർ ഹിറ്റാവുന്ന ധൈര്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ സംവിധാനം കിരീടമില്ലാത്തമാർ ഹിറ്റാവുന്ന എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. മനസ്സ് പറയാൻ എനിക്കറിയാൻ പറ്റുമോ? കാരണം നമ്മൾ 10-30-35 വർഷം സ്റ്റേജ് കയറി നടന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്ത് കേരളത്തിലെ ജനങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് എന്താണ് അവർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ചെയ്ത സിനിമകളാണ് ഈ മൂന്നും ഹിറ്റാവുന്ന. ഞാൻ ഇപ്പം ഞാൻ എഴുതി വെച്ചിരുന്ന സബ്ജക്റ്റ് എനിക്ക് ഉറപ്പാണ് ഹിറ്റാവുന്നത്. പക്ഷേ ഒരു പ്രൊഡ്യൂസർക്ക് ധൈര്യം തോന്നുള്ള ഇത് ചെയ്യാമെന്നുള്ള ഒരാൾ വരണ്ടേ? അവർ ആർട്ടിസ്റ്റിനെ നോക്കുന്നത്. ഒരിക്കലും ഞാൻ പ്രൊഡ്യൂസേഴ്സിനോട് പറയണത്, നിങ്ങൾ ഇരിക്കുന്ന ആർട്ടിസ്റ്റിനെ നോക്കരുത്, കഥ നോക്കുക, നല്ല കണ്ടൻറ്റാണ്, ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പോൾ ഈ ഓണക്കാലത്ത് വന്ന സിനിമയിൽ, ഞാൻ സിനിമയുടെ പേരും ആളെയൊന്നും പറയില്ല, ഓണക്കാലത്ത് വന്ന സിനിമയിൽ ഭയങ്കര മാർക്കറ്റുള്ളൊരു നടനാണ്, ഭയങ്കര പേരുള്ളൊരു നടനാണ്. സിനിമ പൊളിഞ്ഞ് നാശമായി പോയില്ലേ, അറിയാമല്ലേ? പേര് പറഞ്ഞു, മോശമായിപ്പോയി. ആ സമയം ഒട്ടും വിചാരിക്കാത്തൊരു സിനിമ 300 കോടി കവിഞ്ഞ് പോയി എന്ന് പറയുമ്പോൾ അവരുടെ ആ തിങ്കിങ്, ഞാനും 100 കൊല്ലത്തിന് ശേഷമുള്ള സിനിമയൊക്കെയാണ് ആലോചിക്കണേ. എനിക്ക് 24 വയസ്സായിട്ട് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോയിട്ടില്ല. അതെന്താണെന്ന് അറിയില്ല. ഞാൻ 24 വയസ്സിലാണ് ഇപ്പോഴും നിൽക്കണം കഥകളുടെ കാര്യത്തിൽ. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ലോകം കണ്ടപ്പോഴും എനിക്ക് തോന്നി അത് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച ഒരു സംഭവം. ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുക വേറെ പ്രശ്നം. നമ്മുടെ ഏജുകാർക്ക് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ചിലപ്പോൾ ഞാനും ആ കൂട്ടത്തിലുണ്ടാവാം. പക്ഷെ അതിലെടുത്ത് വെച്ചിരിക്കുന്ന ആ സിനിമ വേറൊരു ലോകത്ത്, മായലോകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ബിനോയ് വലിയ പ്രൊഡ്യൂസറാണെന്ന് വിചാരിക്കുക, പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൻസാർ കലാഭവൻ എന്ന പഴയ പണ്ട് ഹിറ്റുകൾ ചെയ്തിട്ടില്ല, ഇപ്പോൾ ഒരു പേരുമില്ലാത്ത ഞാൻ വന്നിട്ട് കഥ പറയണം. ലോകയുടെ ഇതേ കഥയാണ് ഞാൻ പറയണത്. കള്ളിയങ്കാട്ട് നീലി ഇവിടെ പ്രേതം കയറുന്നതാണ്. ബിനോയ് എന്നോട് ചോദിക്കും, തനിക്ക് എങ്ങനെ തോന്നി ഈ കഥ എന്ന് എന്നോട് പറയാൻ. കള്ളിയങ്കാട്ടിയുടെ ഈ നീലിയുടെ പ്രേതം കയറതാ. ശരി, പിന്നെ കാണാം. ഓക്കെ, ഉറപ്പല്ലേ? ലോകം എവിടെ എത്തി? അതാണ് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഭവം പോലെ എനിക്ക് ലോകമുള്ള കാര്യം തുറന്ന് പറയണം. നമ്മളിപ്പോൾ പ്രോഗ്രാമിന് പോകുമ്പോഴേ, മീൻസ് പരേഡിന് പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു 3-4 ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്തിടും. ഇപ്പോൾ ഫൈൻ ആർട്സിൽ പോകണം. ഫൈൻ ആർട്സ് ഹോളിൻ്റെ പരിപാടി ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഫൈൻ ആർട്സ് ഹോളിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളിടും. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളിടുമ്പോൾ വിചാരിച്ചത്രയും ചിരി കിട്ടില്ല. ഉടനെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഇത്തിരി സ്റ്റാൻഡേർഡ് കുറഞ്ഞു വിടും. അപ്പോൾ ഭയങ്കര ചിരി കൈയടിയായിരിക്കും. അപ്പോൾ പിന്നെ അത് തന്നെ പിടിക്കും ആ സ്റ്റാൻഡേർഡുള്ള സാധനം. 3 ട്രാക്ക് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും. അങ്ങനെ മാറ്റി പിടിക്കും. അത് തന്നെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള ഓഡിയൻസ് എങ്ങനെയാണ്? അവർക്ക് എന്ത് പറഞ്ഞാൽ ചിരിക്കും. പണ്ടത്തെ കാലത്ത് പഴത്തൊലി തീറ്റി വീഴണം ചിരിക്കണമെങ്കിൽ. അത് കഴിഞ്ഞ പഴത്തിൽ തീറ്റി വീഴണം. പ്രാവശ്യം പഴത്തൊലിക്ക് പകരം പ്ലാസ്റ്റിക്കിൽ തീറ്റി വീഴുന്നതായിരിക്കും, അല്ലെങ്കിൽ കസേരയിൽ നിന്ന് തീറ്റി വീണായിരിക്കും. ഇത് മതി ആൾക്കാർക്ക് ചിരിക്കാനായിട്ട്. ബഹദൂർ ബാസി എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പ്രേംനസീർ, ഷീല അവരുടെ ഭയങ്കര സങ്കടകരമായിട്ടുള്ള സീനും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 പേജ് വിട്ടേക്കുന്നുണ്ടാവും സ്ക്രിപ്റ്റിൽ. ബാസി ബഹദൂർ അത് അവരവിടെ സാധനം ഉണ്ടായിക്കൊള്ളണം. ഒരു പട്ടി ഓടി വരുന്നു, പട്ടി കടിക്കുന്നത്, എന്നെ കടിച്ചേ ഏത് പണ്ട് ഓടുന്നത്, അല്ലെങ്കിൽ പിന്നെ മറ്റേ മുതുകുളം തെങ്ങി കയറിയത്, കൈ വിട്ടപ്പോൾ താഴത്ത് വീണ് എൻ്റെ തുണി മാറിപ്പോയി, ഒരു സ്ത്രീ കണ്ടേ. അതൊക്കെ ഇന്ന് ചിരിക്കുക ആൾക്കാർ. ഇന്നത് ചിരിക്കുക. പിൽക്കാലത്ത് ഞങ്ങളുടെയൊക്കെ കാലം വന്നപ്പോഴത്തേക്കും ഈ ഇതുപോലത്തെ സംഭവങ്ങളായി. നാച്ചുറൽ
വിറ്റുകളും കൗണ്ടറും അങ്ങനെയുള്ള കാലം. ഇപ്പം അതും പോയി. ഇപ്പം വളരെ ഇപ്പോൾ ഞാൻ ആ ഒരു സിനിമ ഏതാണ് കുമ്പളങ്ങി നൈസിൽ പറയില്ലേ, സജി എന്ത് എന്ത് പ്രസനമാണ് സജി എന്ന് ചോദിക്കുന്ന സാധനം ഉണ്ടല്ലോ. പണ്ടൊന്നും ചിലപ്പോൾ എന്ത് പ്രസനമാണ് സജി, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് പ്രസനമാണ് സജി എന്ന് ചോദിച്ചാൽ ചിരിക്കില്ല. ഇപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ചിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചില ടേക്കിങ്സിൻ്റെയാണ് ചില ഒരു നോട്ടം ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ നോട്ടത്തിൽ ചിരി കിട്ടും. കാരണം അവിടെ നടക്കുന്ന ആക്ടിവിറ്റി അതാണ്. ഇപ്പോൾ ഫഹദ് അതിൽ തന്നെ അടുക്കളയിൽ ഇങ്ങനെ എത്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. അതിന് തിയേറ്ററിൽ ഭയങ്കര ചിരിയാണ്. പണ്ടങ്ങനെ അടിച്ച് ചിരിക്കണമെന്നില്ല. ആ ഫഹദ് പിണങ്ങി കഴിയുമ്പോൾ മൂലൊക്കെ പോയി നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സാധനമുണ്ട്. അതൊക്കെ ഭയങ്കര ചിരിയാണ്. അത് ഭയങ്കര റിയൽ സാധനങ്ങളാണ് അതൊക്കെ. അതിൻ്റെയൊക്കെ കാലഘട്ടമാണ്. ഈ മിമിക്രി കഥകൾ ഇനി വിജയിക്കുമോ? ഇല്ല, ഒരു കാരണം എനിക്ക് 1 കോടി രൂപ വരാന്ന് പറഞ്ഞാൽ എഴുതൂല, ചെയ്യൂല. മിമിക്രി തന്നെ കാലഹരണപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇല്ല, മിമിക്രി കാലഹരണപ്പെട്ടിട്ടില്ല. വീടിൻ്റെ ഉള്ളിൽ ടി വിയിലൊക്കെ ഇരുന്ന ആൾക്കാർ മിമിക്രി ആസ്വദിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ ഒരു സിനിമ ആക്കാൻ കൊള്ളൂല. അപ്പോൾ സ്റ്റേജ് ഷോ പോലെ മിമിക്രിയൊക്കെ മാറിയിട്ട് വേറെ പിന്നെ മാറി. പിന്നെ ഈ ഒരുപാട് മാത്രമല്ല, ഈ ഇക്കയുടെ കാലത്ത് ഒരുപാട് മിമിക്രി താരങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആളുകൂടിയാണ്. അവരുടെ വളർച്ചയും തളർച്ചയും എല്ലാം കണ്ടാണ്. അതെ അതെ. എങ്കിൽ തന്നെ അത് വെച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ എറണാകുളം നോർത്ത്, അതിൽ നായകൻ ഷമീദ്. അതൊരു ഭയങ്കര തൻ്റെടോ അല്ല അന്ന് ഈ പറഞ്ഞ അദ്ദേഹത്തിന് മാർക്കറ്റ്. അത് എന്നോട് ഹരികുമാരൻ തമ്പി പ്രൊഡ്യൂസർ അൻസാറെ ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹീറോ അൻസാറിൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ വെച്ചാൽ ജയറാം. ഞാൻ പറഞ്ഞു അയ്യോ ജയറാം പറ്റൂല. അതെ ജയറാം വരൂലേ? ഞാൻ വിളിച്ചു നോക്കാം, പക്ഷെ അതല്ല, ക്യാരക്ടറിന് പറ്റൂല. ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട് ജയറാമിൻ്റെ ഗ്ലാമർ ഭയങ്കര ഗ്ലാമറാണ്, ഒരു പ്രത്യേക ഗ്ലാമറാണല്ലോ ജയറാമിന്. അത് ഓട്ടോറിക്ഷക്കാരനായിട്ട് വിശ്വസിക്കാൻ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാകുമെന്ന് എനിക്ക് വെറുതെ അങ്ങനെ തോന്നി. ഗ്ലാമറായിട്ടുള്ള ആൾ ചിലപ്പോൾ ഓട്ടോറിക്ഷക്കാരനായിട്ട് ഉണ്ടാവാം, പക്ഷേ ഒരു സിനിമാറ്റിക്കായിട്ട് ആലോചിച്ചപ്പോൾ ജയറാമിനെക്കാളും എനിക്ക് മനസ്സിൽ വന്നതിൽ ഷമീദ് തന്നെയാണ്. ഒരു ഓട്ടോറിക്ഷക്കാരായിട്ട് തോന്നും പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് ഷമീദ് തന്നെയാണ് തോന്നുന്നത്. പുള്ളി ഇങ്ങനെ ഇരുന്നു, അൻസാർ ഉറപ്പാണോ? പണം മോശമായ കാശ് തിരിച്ചു വരുമോ? നമ്മൾ തരാമെന്ന് പറഞ്ഞു. എടുത്ത് വായിക്കാൻ പറയും, തരാമെന്ന് പറഞ്ഞു. എനിക്ക് അത്ര ഉറപ്പായിരുന്നു എനിക്ക്. ആ അപ്പോൾ കാശ് തിരിച്ചു തരുമെന്നൊക്കെ ഞാൻ 4-5 സിനിമകൾ പുള്ളിക്ക് വേണ്ടി എഴുതി കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ തിരിച്ചു ചോദിക്കുകയൊന്നുമില്ല, അതെനിക്കറിയാം. ഇതിലാണ് ഞാൻ പറയാൻ തരാമെന്ന് പറയും. പുള്ളി ഇങ്ങനെ ആലോചിച്ച് ഈ കവിത ഹോട്ടലിലാണ്, ഭയങ്കര വെയിറ്റുള്ള ഫോണാണല്ലോ, എടുത്ത് മുടിയിൽ വെച്ച് ഷമീദിലാണ് കണ്ടക്ട് ചെയ്ത് വിളിച്ച്. പിറ്റേ ദിവസം തന്നെ ഷമ്മി വന്ന് ഷമ്മിയുടെ കഥ പറഞ്ഞ് സംഭവമായി, ലോക്കയായി, ഷൂട്ടിങ് തുടങ്ങി, പടം ഹിറ്റ്. അല്ല, പടം വൻ വിജയമായി, കൈക്ക് നേട്ടമായി, പ്രൊഡ്യൂസർക്കും ലാഭമായി. പക്ഷെ നടനെ സംബന്ധിച്ചോളം അതിന് ശേഷം നായകവേഷം അദ്ദേഹം തേടി എത്തിയതുമില്ല. ഷമീദ് തലേൻ്റെ പറയുക. അതെ അതെ അതെ. ഷമീദ് തലേന് പിന്നെ മുന്നോട്ടുള്ള കരിയർ ഗുണമായില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ട്രെൻഡാണ് അന്നങ്ങനെ. അപ്പോൾ ഇന്നങ്ങനെയല്ല. ഇന്നൊരു നടൻ, ഇപ്പോൾ പല നടന്മാരും ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഭയങ്കരമായിട്ട് അറിയപ്പെടും. ആ സിനിമ ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല ഷമി. കൊടുത്ത ക്യാരക്ടർ പുള്ളി അസലായിട്ട് ചെയ്തു, നന്നായിട്ട് ചെയ്തു. പുള്ളിക്ക് ഇഷ്ടമായിരുന്നു അതിൽ സംഭവങ്ങളും. ആയിരിക്കും ഹീറോ ആയിട്ടല്ലേ. പുള്ളി അസലായിട്ട് ചെയ്യുമല്ലോ, നല്ല ആർട്ടിസ്റ്റ് അല്ലേ.